സോ നമ്മൾ പറഞ്ഞു കഴിഞ്ഞ ദിവസം എന്താണ് പഠിച്ചത്? മൾട്ടിമീഡിയനെ കുറിച്ച് പഠിച്ചു അല്ലേ? വാട്ട് ഈസ് മൾട്ടിമീഡിയ? What is multimedia? Combination of text, graphics, sound, animation and video is called multimedia. അപ്പോൾ നമ്മൾ എല്ലാം കൂടെ കൂടിയിട്ടുള്ള ഒരു കോമ്പിനേഷൻ. വാട്ട് ഇസ് ദ മീനിങ് ഓഫ് കോമ്പിനേഷൻ? മിക്സ്ചർ. ഒരു മിക്സ്ചർ എല്ലാം കൂടെ കൂട്ടിയിട്ടുള്ള ദാറ്റ് ഇസ് എ ടെക്സ്റ്റ്, ഗ്രാഫിക്സ്, സൗണ്ട്, ആനിമേഷൻ, വീഡിയോസ്, all together this combination is called multimedia. Multimedia content is generally available on CD-ROMs. When you use your computer to watch a movie, listen to music, create presentations, play games and so on, you are using multimedia. So when we are using computer, in computer when we are watching cartoons, movies, then music, or if you are doing any presentations, like PowerPoint presentations, or if you are playing games, then we are using a multimedia. എന്ന് പറഞ്ഞാൽ ഇതെല്ലാം അതിനകത്ത് ഉണ്ടാകും. സൗണ്ട് ഉണ്ടാകും അല്ലേ? പിക്ചേഴ്സ് ഉണ്ടാകും, വീഡിയോസ് ഉണ്ടാകും. ആഗ്നസ് എന്താ മോളെ ഇരിക്കാത്ത? നെറ്റ് പ്രോബ്ലം ഉണ്ടോ മോൾക്ക്? ഓക്കെ. So when we use computer to watch movies or to play any games, Andros, ഇവിടെ കൊച്ചുകല്ലി അതിനിടയ്ക്ക് വേറെ ആരോടോ വർത്താനം പറയാൻ പോയല്ലേ? കണ്ടു. ആരവിടെയുള്ളേ? അനിയത്തിയാ? അമ്മയാ? ആൻഡ്രോസ്? ഓക്കെ ശരി. പിന്നെ when we are watching a cartoon or any movies or any games, if you are playing or if you are watching any other music or anything like that in the computer, then we are using multimedia. അപ്പോൾ നമ്മൾ മൾട്ടിമീഡിയ ഉപയോഗിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ. സോ ഇൻ എഡ്യൂക്കേഷൻ ഫീൽഡ് വി ആർ യൂസിങ്, നമ്മൾ എഡ്യൂക്കേഷൻ ഫീൽഡ് പഠനത്തിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ടീച്ചർ സ്ക്രീൻ ഷെയർ ചെയ്ത് കാണിക്കുമ്പോൾ നിങ്ങളെ വീഡിയോസ് ഒക്കെ കാണിക്കാറുണ്ട് അല്ലേ? ഓക്കെ. Then we are using for entertainment, means we are watching movies, cinemas, playing games, or sometimes we are listening music and all in computer. അപ്പോൾ നമ്മൾ എന്റർടൈൻമെന്റിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. നെക്സ്റ്റ് അഡ്വർടൈസ്മെന്റ്. Advertising പറഞ്ഞാൽ എന്താണ്? What is the meaning of advertisement? Who knows the meaning of advertisement? Anybody knows? അഡ്വർടൈസ്മെന്റ് അർത്ഥം ആർക്കെങ്കിലും അറിയാമോ? വെരി ഗുഡ്. ഹൂ സെഡ് ദാറ്റ്? ആരാ പറഞ്ഞേ? സൂര്യദേവ്. വെരി ഗുഡ് ബോയ്. ഓക്കെ. അഡ്വർടൈസ്മെന്റ് മീൻസ് പരസ്യം. എന്തിനാ ഈ പരസ്യം വെക്കുന്നേ? പരസ്യം പറയുന്നത് നിങ്ങൾ പരസ്യം കണ്ടിട്ടുണ്ടോ? ഹാവ് യു സീൻ അഡ്വർടൈസ്മെന്റ്? Yes, in TVs and all daily you are seeing nearly hundreds of advertisements, isn't it? Since you people are watching cartoons, you know that so many advertisements, not only cartoons, whatever programs are there in the TVs, you know that in between when there is break and all, you can see, you can watch many advertisements regarding textiles, big cloth centers. If you go to that cloth center or textiles, you will get a very cheap cloth with a very good high quality, like that way they will tell. And jewelries advertisements, oh, then they are telling us if they are giving freely gold there, isn't it? Okay. Then you can watch advertisements on food items like chocolates, biscuits and all. Oh, when you see that and all, you will be watering your mouth, isn't it? Okay. Maggi noodles, then what all advertisements you watch daily? Vehicles, cars, jeeps, lorries, scooters, cycles, like that way. Then so many advertisements daily we are watching, isn't it? നമ്മൾ ഒരു ദിവസം എത്ര പരസ്യം കാണുന്നുണ്ട് അല്ലേ? തുണിക്കടയിലെ കുറേ തുണികളുടെ നല്ല ജീൻസിന്റെയും ഉടുപ്പിന്റെയും സ്കേർട്ടിന്റെയും ബ്ലൗസിന്റെയും ഒക്കെ ആയിട്ട് തുണിക്കടയിലെ പരസ്യം. പിന്നെ ജ്വല്ലറി, കൂടുതലും ജ്വല്ലറി ആണെന്ന് തോന്നുന്നു. കുറേ ജ്വല്ലറീസിന്റെ പരസ്യം കാണിക്കും.
അവിടെ പോയാൽ ഇങ്ങനെ സ്വർണ്ണം ഇങ്ങനെ കെട്ടിത്തൂക്കിയിട്ടിരിക്കുന്ന പോലെയാണ് ഡയമണ്ട്സ് ആൻഡ് ഗോൾഡ്സ്. അപ്പൊ നമുക്ക് തോന്നും അത് അങ്ങ് ചെന്ന് കഴിഞ്ഞാൽ വെറും 100 രൂപയ്ക്ക് 200 രൂപയ്ക്കൊക്കെ സ്വർണ്ണമാലയും കമ്മലും ഒക്കെ കിട്ടുമെന്ന്. അതുപോലെയാണ് അവരുടെ അഡ്വർടൈസ്മെന്റ്സ്. പിന്നെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചോക്ലേറ്റ്സുകൾ, ബിസ്ക്കറ്റുകള്, പിന്നെന്താ പറയുന്നത്, നൂഡിൽസ്, പിന്നെ എന്തിൻ്റെയൊക്കെയോ പരസ്യങ്ങളുണ്ട് അല്ലേ? ഒരുപാട് പരസ്യങ്ങൾ നമ്മുടെ ടി വി കാണാറുണ്ട്. ആക്ച്വലി as they show, is it true as they show? അവർ കാണിക്കുന്ന പോലെ എല്ലാം സത്യമാണോ? ഒന്നുമില്ല. അവര് കാണിക്കും എന്താണ്, വലിയൊരു ബിസ്ക്കറ്റിന്റെ പരസ്യം കാണിക്കും. ബിസ്ക്കറ്റിന്റെ പരസ്യം കാണിക്കുമ്പോഴത്തേനും അവർക്ക് ഭയങ്കര ബുദ്ധി വരുന്ന പോലെ, അല്ലെങ്കിൽ ചോക്ലേറ്റ് തിന്നുമ്പോഴത്തേനും അവർ ഭയങ്കര എനർജറ്റിക് ആകുന്ന പോലെയൊക്കെ കാണിക്കും. നമ്മൾ ആ ഒരു ചോക്ലേറ്റിന് പകരം 10 ചോക്ലേറ്റ് തിന്നാൽ പോലും നമുക്കൊരു എനർജറ്റിയും ഉണ്ടാകില്ല, നമുക്കൊരു ബുദ്ധിയും വരുന്നില്ല. ഹോർലിക്സ് കുടിച്ചാൽ ബുദ്ധി വരും എന്ന് പറഞ്ഞു. ഹൗ മെനി ഓഫ് യു ഡ്രിങ്ക് ഹോർലിക്സ്? എത്ര പേര് ഹോർലിക്സ് കുടിക്കുന്നുണ്ട് ക്ലാസ്സിൽ? ലെറ്റ് മീ സീ, റൈസ് ദ ഹാൻഡ്, ലെറ്റ് മീ സീ. ഹോർലിക്സ്, ബൂസ്റ്റ്, പിന്നെന്താ ബോൺവിറ്റ, അങ്ങനെയുള്ള സാധനങ്ങൾ എന്തെങ്കിലും കഴിക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് കൈ പൊക്കിക്കേ. 1. അബ്ദുൽ ബാസിത്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ടോ? ഉണ്ടോ ഇല്ലയോ? ഇല്ല. ഓക്കെ, ഒരാള്, 2 പേര്. ഓക്കെ, 3 പേര്. നെക്സ്റ്റ് ഫാത്തിമ, ഡു യു യൂസ് എനി ഹോർലിക്സ് ഓർ ബൂസ്റ്റ് ആൻഡ് all? ഇല്ല. ഓക്കെ, ശരി. ഇനി എന്റെ ക്വസ്റ്റ്യൻ ഇതാണ്. അവിടെ താഴെ ഒരാള് മുഹമ്മദ് നിഹാൽ ഇങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പൊ 2 കൈ വെച്ചേക്കുന്നുണ്ട്. യെസ് ഓർ നോ? ഡു യു യൂസ് ഹോർലിക്സ്? യെസ്. ഓക്കെ. ശരി. മൈ ക്വസ്റ്റ്യൻ ഈസ് നൗ സീ, for what use are you using this Horlicks or Boost or Bonvita? What is the special feature of Horlicks compared to milk? Usually we take coffee or tea, and you take instead Horlicks. Okay, ഞങ്ങൾ ചായ കുടിക്കുന്നു, അതിന് പകരം നിങ്ങൾ ഹോർലിക്സ് കുടിക്കുന്നു. എന്ത് പ്രത്യേകതയാണ് ഈ ഹോർലിക്സിനുള്ളത്? Is there any special feature or any quality? എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? ടി വിയിലെ ചേച്ചി കാണിക്കുമ്പോൾ ചേച്ചിയുടെ കൊച്ചിന് ഫുൾ 100 മാർക്ക് ഔട്ട് ഓഫ് 100 കിട്ടിയതുകൊണ്ട് ഹോർലിക്സ് ഈസ് ബെസ്റ്റ് എന്ന് പറയും. അല്ലെങ്കിൽ എന്താ പറയുന്നത്, ബൂസ്റ്റ് ഈസ് ദ സീക്രട്ട് ഓഫ് പവർ എനർജി എന്ന് പറയും അല്ലെ? മറ്റൊരു പരസ്യത്തിൽ എന്താ പരസ്യമായിരുന്നു അത്? നേരത്തെ സച്ചിൻ ടെണ്ടുൽക്കറിന്റെ ഒരു പരസ്യമായിരുന്നു. ഇപ്പൊ മറ്റേ ധോണിയുടെ അല്ല, മറ്റേ എന്തെന്നാ അവന്റെ പേര്, വിരാട് കോഹ്ലിയുടെ പരസ്യത്തിൽ കാണിക്കുന്നില്ലേ ബൂസ്റ്റ്. നിങ്ങൾ ഈ ബൂസ്റ്റ് ഹോർലിക്സ് ഒക്കെ കുടിച്ചിട്ട് അത്രയും വലിയ ക്രിക്കറ്റ് പ്ലെയറിനെ പോലെ വല്ല എനർജി ഒക്കെ കിട്ടിയിട്ടുണ്ടോ മക്കളെ? നിഹാലെ കിട്ടിയാ? ഇല്ല. 100 ഔട്ട് ഓഫ് 100 കിട്ടിയാ നിങ്ങക്ക് മാർക്ക്? നോ. പിന്നെന്തിനാ കുടിക്കുന്ന? പാല് കുടിച്ചാ പോരെ പശുവിന്റെ? പിന്നെ നമ്മുടെ ഒരു സാറ്റിസ്ഫാക്ഷൻ വേണ്ടി നിങ്ങൾ കുടിച്ചാ കേട്ടോ. ഇനി എങ്ങാനും കിട്ടിയാലോ? 100 ഔട്ട് ഓഫ് 100 കിട്ടിയാൽ ഹാപ്പി അല്ലേ? ഓക്കെ, കുടിച്ചോ. ഓക്കെ, അപ്പൊ ഞാൻ മിസ് പറഞ്ഞ എന്താന്ന് വെച്ചാല്, അഡ്വർടൈസ്മെന്റ്സ് അവര് ജസ്റ്റ് അവരുടെ ഷോ കാണിക്കുന്നതാണ് അല്ലെ? എങ്ങനെ പരസ്യമൊക്കെ കാണിക്കുന്നു, ഒരു സ്പെഷ്യലായിട്ടും ഇല്ല. ഓക്കെ, ശരി. നമുക്ക് പ്രത്യേകിച്ച് അതിലോ ഈ പരസ്യം കാണിക്കുന്നതല്ലാതെ ഒന്നുമില്ല. നമ്മൾ കാണിക്കുന്നത് ഷാമ്പൂ ഒക്കെ ഇട്ട് മുടി കഴുകിയാലെങ്കിൽ നിലത്തോടെ വരെ മുടി വളരും. പിന്നെ ആ സോപ്പിട്ട് കുളിച്ചാലങ്ങ് വെളുത്ത് പോകും. അങ്ങനെയൊക്കെയാണ് നമ്മളെ ആരെങ്കിലും നാട്ടിൽ ഇതുപോലത്തെ കളറിൽ ആളുണ്ടാകുമായിരുന്നോ? നമ്മളെല്ലാം സായിപ്പിനെ പോലെ മദാമിനെ പോലെ കളർ ആവൂലായിരുന്നോ? ആ സോപ്പ് തന്നെ വാങ്ങിച്ച് കുളിച്ചാൽ പോരായിരുന്നോ? പക്ഷെ ആരും ആവണില്ല അല്ലേ? അപ്പൊ ഈ അഡ്വർടൈസ്മെന്റിൽ വലിയ കാര്യമൊന്നുമില്ല. ഒരു കാര്യവും ഇല്ല. വലിയ കാര്യം എന്നല്ല, ഒരു കാര്യവും ഇല്ല. പ്രത്യേകിച്ചൊന്നും ഗുണമൊന്നുമില്ല. പിന്നെ അവരുടെ സാധനം വിറ്റഴിക്കാൻ വേണ്ടിയിട്ടുള്ള അവരുടെ ഒരു തന്ത്രം മാത്രം, അത്രേ ഉള്ളൂ. നമ്മളത് കാണുമ്പോ എനിക്ക് അത് തന്നെ വേണം എന്ന് പറയും. ഷോപ്പിൽ ചെല്ലും പറയല്ലേ, അമ്മയുടെ കൂടെ ഷോപ്പിങ്ങിനൊക്കെ പോയി കഴിയുമ്പോൾ എനിക്ക് ആ ബിസ്ക്കറ്റ് തന്നെ വേണം, അത് കഴിച്ചാൽ നല്ല എനർജി ഉണ്ടാകും എന്ന് പറഞ്ഞ് വഴക്കുണ്ടാക്കി മേടിപ്പിച്ചിട്ട് വരത്തില്ലേ? ഓക്കെ, പക്ഷെ ആ എനർജിയും കിട്ടൂല, ഉള്ള എനർജി പോകുകയും ചെയ്യും അല്ലേ? ശരി. ഓക്കെ, advertisement, animation and graphic designs are used to promote the selling of various products. നേരത്തെ പണ്ടൊരു പരസ്യം കണ്ടിട്ടുണ്ടായിരുന്നു. ഒരു മങ്കി എന്ന് പറഞ്ഞാൽ ഓൾഡ്, നമ്മുടെ പഴയ മങ്കി ഇല്ലേ,
നമ്മൾ ഹ്യൂമൻ ബീങ്സ് ഒക്കെ പഴയ മങ്കിയായിരുന്നു. ആ മങ്കി ഒരു എന്താ ബിസ്ക്കറ്റോ എന്തോ ഒരു സാധനം കഴിക്കുമ്പോഴേ നമ്മളെ മനുഷ്യരെ പോലെ ഭയങ്കര ശക്തികളൊക്കെ ആയിട്ട് വരുന്ന ഒരു മനുഷ്യൻ. ഇപ്പൊ അത് കാണുന്നില്ല. പണ്ട് ഒരു 3-4 വർഷം മുന്നേ ഒക്കെ കാണുന്നുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള കുറേ ആനിമേഷൻസ് ഒക്കെ എടുത്തിട്ട് നമ്മുടെ മനുഷ്യരെ ഇംപ്രസ് ചെയ്ത് ആ സാധനം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കടയിൽ പോയിട്ട് ആ സാധനം നമ്മൾ വാങ്ങാൻ വേണ്ടി പരസ്യം കാണിക്കും. ചില ഇതിലൊക്കെ കാണുന്നുണ്ട്, ഫുഡ് ഐറ്റത്തിലൊക്കെയാണെന്നൊരിയില് വയസ്സായ അപ്പച്ചന്മാർ വരെ ചോക്ലേറ്റ് ഒക്കെ തിന്നുന്നത് അല്ലേ? അവര് ശരിക്കും പറഞ്ഞാൽ ഷുഗറൊക്കെ ഉള്ള ആളായിരിക്കും. അവരൊന്നും തിന്നുന്നൊന്നുമില്ല, ചുമ്മാ കാണിക്കുന്നതാണ് ഇങ്ങനെ പരസ്യം കാണിക്കുന്നത്. നമ്മളത് കാണുമ്പോഴത്തേനും ആ അപ്പച്ചന് തിന്നാക്കി പിന്നെ കുട്ടിയായി എനിക്ക് തിന്നാൻ മേലെ മമ്മീന്ന് ചോദിച്ചോണ്ട് മേടിപ്പിക്കും അല്ലേ? ഓക്കെ, സോ അഡ്വർടൈസ്മെന്റ്സ് will help us, means various type of products വാങ്ങുന്നതിന് വേണ്ടി, പല തരത്തിലുള്ള സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് ആനിമേഷൻസ് ആൻഡ് ഗ്രാഫിക് ഡിസൈൻസ് ആർ യൂസ്ഡ് ടു സെൽ ദ പ്രൊഡക്ട്സ്. നമുക്കറിയാം ഇപ്പം നമ്മുടെ ഒന്നും ഇവിടെ ഇല്ലാത്ത സാധനങ്ങൾ നമ്മളേതെങ്കിലും നമ്മുടെ കടയിൽ കിട്ടുന്ന സാധനങ്ങൾ സോപ്പൊക്കെ വാങ്ങിച്ചുപയോഗിക്കും. പക്ഷെ നമ്മൾ ടി വിയിൽ കാണുമ്പോൾ നമ്മുടെ വിചാരം ആ സോപ്പ് തേച്ച് കുളിച്ചാൽ നല്ലപോലെ വെളുക്കും. അല്ലെങ്കിൽ ധാരാണ് എബി ബിജു ഒന്ന് മ്യൂട്ട് ചെയ്ത് വെക്കണേ മോനെ, സൗണ്ട് വരുന്നുണ്ടേ. അങ്ങനെ തോന്നും നമുക്ക്, പക്ഷെ അങ്ങനെയൊന്നും മുടി അല്ല നമ്മുടെ ശരീരത്തിന് മാറ്റമൊന്നും വരികയില്ല. ചില പരസ്യം കാണത്തില്ലേ, മുടി ഷാമ്പൂ ഒക്കെ ഇട്ട് കഴുകി കഴിയുമ്പോഴത്തേനും മുടിയങ്ങ് നല്ല നീളമുള്ള മുടിയായി പോകും. അങ്ങനെയാണ് നമുക്കാർക്കെങ്കിലും ഇത്ര നീളമുള്ള മുടിയായിട്ട് വരുമായിരുന്നോ? ഇല്ല, നല്ല ഇതായേനെ അല്ലേ? പക്ഷെ പരസ്യത്തിലൊന്നും കാര്യമില്ല. പക്ഷെ മൾട്ടിമീഡിയാസ് ആർ യൂസ്ഡ് ഫോർ അഡ്വർടൈസ്മെന്റ്സ്. Then next point is multimedia is used for business purpose. ബിസിനസ് ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഓൾസോ യൂസ് ടു പ്രൊവൈഡ് ട്രെയിനിങ് ടു എംപ്ലോയീസ്, അഡ്വർടൈസിങ് ആൻഡ് ടു സെൽ പ്രൊഡക്ട്സ് ഓൾ ഓവർ ദ വേൾഡ്. അപ്പം ഒരു കമ്പനിയിലെ ജോലിക്കാര് അവിടുത്തെ ആൾക്കാർക്ക് ട്രെയിനിങ് ഒക്കെ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ, അതുപോലെ തന്നെ അവരുടെ കമ്പനിയുടെ സാധനങ്ങൾ അഡ്വർടൈസ്മെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊക്കെ ആയിട്ട് ഈ മൾട്ടിമീഡിയാസ് ആർ യൂസ്ഡ്. ഓക്കെ, സോ വാട്ട് ആർ ദ യൂസസ് ഓഫ് മൾട്ടിമീഡിയാസ്? Education, entertainment, advertisements and business. Okay, Agnes, please can you read what are the main points that we are using? The not only this, ഇനി കുറേ ഉണ്ട്. മെഡിക്കൽ ഫീൽഡിലൊക്കെ നമ്മൾ ഈ മൾട്ടിമീഡിയ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഇവിടെ തന്നിരിക്കുന്ന പോയിന്റ്സ് ഏതൊക്കെയാണെന്നൊന്ന് വായിക്കാവോ മോളെ? ആഗ്നസിന്റെ അനിയത്തില്ലേ മോളെ എയ്മി? Education, മോളുടെ അനിയത്തില്ലേ എയ്മി? കുഞ്ഞ് സ്റ്റാക്കാണെന്ന് തോന്നുന്നു. ഓക്കെ മോള് വായിച്ചോ. Education, it is used to produce computer-based training courses, CBT and reference book. Entertainment. Multimedia is used to develop special effects in movies, animated cartoons, game and music. Advertising, animation and graphic design are used to promote the selling of various products. Business, it is also used to provide training to employees, advertising and to sell products on the web. Okay, very good. Okay, ആഗ്നസേ ഞാനൊരു കാര്യം ചെയ്യാം. ആഗ്നസിന്റെ അനിയത്തിയാണല്ലേ മോളെ എയ്മി? ആണോ? അതെ അല്ലേ? ഓക്കെ ഓക്കെ, ഞാൻ ചോദിച്ചതേ ഉള്ളൂ, എനിക്ക് തോന്നിയായിരുന്നു, അതുകൊണ്ട് ചോദിച്ചാ. ശരി, ഇനി നെക്സ്റ്റ്, ഇനി നിങ്ങൾ മെയിൻ പോയിന്റ്സ് വായിച്ചാൽ മതി കേട്ടോ. അതായത് എഡ്യൂക്കേഷൻ, എന്റർടൈൻമെന്റ്, അഡ്വർടൈസിങ്, ബിസിനസ്, അത്രയും വായിച്ചാൽ മതി. ഓക്കെ, ആഷിൻ പ്ലീസ് റീഡ്. ആഷിൻ ഇങ്ങനെ ഇരിക്കുകയാണ്, വായിച്ചോ. Education, നെക്സ്റ്റ് സൂര്യദേവ്. entertainment, advertising, ബിസിനസ് അല്ല ബിസിനസ്. ഓക്കെ, നെക്സ്റ്റ് സൂര്യദേവ് അല്ലേ പറഞ്ഞേ? ആഫ്റ്റർ ദാറ്റ് ആരോൺ ഹാസ് ടു റീഡ്. ആഫ്റ്റർ സൂര്യദേവ് റീഡ്. സൂര്യദേവ് വായിച്ചോ മോനെ. എഡ്യൂക്കേഷൻ,
Entertainment. Advertising. Business. Okay. Aaron, please read. Where is Aaron? After that, Muhammad Nihal has to read. Education, entertainment, Advertising. business. Business. Okay. Nihal, please read. And next Alna has to read. ആഷിന് ഇടയ്ക്കിടയ്ക്ക് മുങ്ങുന്നുണ്ടല്ലോ എങ്ങോട്ടൊക്കെയോ. വായിച്ചേ നിഹാലൂട്ടാ, ഒന്ന് മ്യൂട്ട് ചെയ്ത് അൺമ്യൂട്ട് ചെയ്തേ. വായിച്ചോ. Education. മെയിൻ പോയിന്റ് മാത്രം വായിച്ചാൽ മതി, ഡീറ്റെയിൽസ് വായിക്കണ്ട കേട്ടോ. എന്റർടൈൻമെന്റ്. വായിച്ചോ മോനെ. മോൻ കണ്ടില്ലേ പേജ് നമ്പർ 93? Did you see that? Education, entertainment, advertising, business. Adideva, page number 93. Nihal, are you there? Can you hear me, Nihal? I can't see. Only one light is there. That's all. Mone kelkunnundо? Anna vaicho. മോനെ ലേശ സൗണ്ടിൽ ചോദിച്ച കേട്ടില്ലടാ. മറ്റേ 93 അനിമേഷന്റെ താഴെ കണ്ടില്ലേ മറ്റേ സ്റ്റാർ റെഡ് കളർ ആരോ മാർക്കിൽ തന്നിരിക്കുന്ന മെയിൻ പോയിന്റ്സ്: എഡ്യൂക്കേഷൻ, എന്റർടൈൻമെന്റ്, അഡ്വർടൈസിംഗ്, ബിസിനസ്. Education, entertainment, advertising, business. Yes. Next, Alna. Where is Alna? After that, Fatima has to read. Education, entertainment, advertising, and business. Yes. Fatima, please read. Fatima, please mute yourself. Unmute. Education, entertainment, advertising, business. Okay. Adideva. Education, entertainment, advertising, business. Okay. Devanjana. Next, Seba. Diya Seba തന്നെ. Read ma. Devanjana, please read. Education, entertainment, advertising, Okay, advertising, business. Next, Seba, and then Andros. Education, entertainment, advertising, business. Andros. Next, Christy. Education, entertainment, advertising, business. Okay, Christy Gutta. Education, entertainment, advertising, business. Okay, very good. Next, Ebin. After Ebin, Abdul Basit has to read. Education, entertainment, advertising, business. Okay. Next, Abdul Basit, please. Education, entertainment, advertising, business. Next, Devapriya. Very good.
എനിബഡി എൽസ് ലെഫ്റ്റ്? ഇനി ആരെങ്കിലും വായിക്കാനുണ്ടോ? ഓ, ശ്രീദേവ് വായിച്ചില്ലായിരുന്നോ? മനെ വായിച്ചോ, വായിച്ചോ. Education, entertainment, advertising, business. Okay, very good. Next, for using multimedia, your computer must have the following hardware and software installed it. നമ്മുടെ മൾട്ടിമീഡിയ നമ്മൾ നമ്മുടെ കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കണമെങ്കിൽ ഇവിടെ തന്നിരിക്കുന്ന ഹാർഡ്വെയർസും സം ഹാർഡ്വെയർസ് ആൻഡ് സം സോഫ്റ്റ്വെയർസ് ഷുഡ് ബി ഇൻസ്റ്റാൾഡ്. ഈ പറയുന്ന പിന്നെ ഹാർഡ്വെയർസ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യണം. ഏതൊക്കെയാണ് ഹാർഡ്വെയർസ്? CPU ഏതാണ്? Pentium 4 processor for better performance. Pentium 4 processor for better performance. സാധാരണ നമ്മുടെ CPU-നേക്കാൾ കുറച്ചുകൂടെ Pentium 4 processor for better performance. Next, RAM. How much should be there? 512 MB or more should be there. 512 MB or more than that. അതിനേക്കാൾ കൂടുതൽ ഉണ്ടായിരിക്കണം. നെക്സ്റ്റ്, കളർ മോണിറ്റർ ഉണ്ടായിരിക്കണം. ബ്ലാക്ക് ആൻഡ് വൈറ്റ് പോരാ. എങ്കിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ്, നിങ്ങൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പണ്ടത്തെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടിവിയോ സിനിമയോ ഒക്കെ കണ്ടിട്ടുണ്ടോ? ഇല്ല അല്ലേ? ഇപ്പൊ കുറച്ച് പേര് കണ്ടിട്ടുണ്ട്. ഓക്കെ, പഴയ സിനിമ, ഓൾഡ് ഫിലിംസ് ഇഫ് യു വാച്ച് that doesn't have color, it will be black and white only. ബ്ലാക്കും വൈറ്റും മാത്രമേ ഉണ്ടാവുള്ളൂ അതിനകത്ത്. പക്ഷേ ഇപ്പൊ നമ്മളുടെ ഇതെന്ന് പറഞ്ഞാൽ ഭയങ്കര എഫക്റ്റീവ് ആയിട്ടുള്ള, നല്ല കളർഫുൾ ആയിട്ട്, വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഫിലിംസ് ഒക്കെയാണ്, വളരെ വിഷ്വൽസ് ഒക്കെയാണ് നമ്മൾ കാണുന്നത് ടിവിയിലൊക്കെ അല്ലെ. ഒക്കെ പഴയ ടിവിയിലും അതുപോലെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒക്കെ ആയിരുന്നു. ഇപ്പൊ എല്ലാം മാറി. അപ്പൊ നമ്മുടെ കമ്പ്യൂട്ടറിന് ഒരു കളർ മോണിറ്റർ ഉണ്ടായിരിക്കണം. നെക്സ്റ്റ്, കീബോർഡ് ആൻഡ് മൗസ്, സ്പീക്കേഴ്സ് ഓർ ഹെഡ്ഫോൺസ്, CD-ROM or DVD-ROM ഡ്രൈവ്. CD-യും DVD ഒക്കെ ഇടാൻ വേണ്ടിയിട്ടുള്ള അതിന്റെ ഡ്രൈവ് ഇല്ല. നിങ്ങളുടെ വീട്ടിൽ കമ്പ്യൂട്ടറോ അല്ലെങ്കിൽ ഒക്കെ ഉണ്ടോ? ആരെങ്കിലും വീട്ടിൽ കമ്പ്യൂട്ടർ ഉണ്ടോ? How many of you have computer at home? Some are having. Okay, some are having. Okay. Do you have any CD-ROM or DVD-ROM in your computer? CD ഇടാനോ അല്ലെങ്കിൽ DVD ഇടാനുള്ള റോം ഉണ്ടോ? ഓക്കെ, CD-ROM or DVD-ROM driver. Next, sound card. So this many hardwares are there, should be there. നമുക്ക് എന്തൊക്കെ ഹാർഡ്വെയർ ആണ് വേണ്ടത്? ഹാർഡ്വെയർസ് റിക്വയർഡ്: CPU, Pentium 4 processor for better performance. Pentium 4 processor ഉണ്ടായിരിക്കണം. Next, RAM 512 MB or more than should be there. Next, color monitor should be there. Keyboard and mouse, speakers and headphones, CD-ROM or DVD-ROM driver, sound card. So these many items should be there in our computer. Then only we can use the multimedia in our computer. നമ്മുടെ കമ്പ്യൂട്ടറിൽ ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എത്രയാണ്? 1 2 3 4 5 6 7. These 7 items should be there. Then only we can use the computer. We can use the multimedia in our computer. Okay. What all things we need? Devanjana, please read. What are the hardwares that we need to require a multimedia in our computer? CPU, Pentium 4. CPU RAM, CPU for processors, for better performance. RAM 512 MB or more, color monitor, keyboard and mouse, speakers or headphones, CD-ROM, DVD-ROM drive, sound card. Okay. Ebin Biju, please. Wait. എല്ലാവരെയും കൊണ്ട് വായിപ്പിക്കാം മിസ് കേട്ടോ. എബിൻ കുട്ടാ എന്തിയെ? എബിൻ പോയോ? കാണുന്നില്ല. ഓക്കെ, ശരി. നെക്സ്റ്റ്, ആഗ്നസ് പ്ലീസ് റീഡ്. എല്ലാവരെ കൊണ്ട് വായിപ്പിക്കാം കേട്ടോ. For processor,
For better performance, Hmm. RAM 512 MB or more, color monitor, keyboard and mouse, speakers or headphones, Hmm. CD-ROM, DVD-ROM drive, Hmm. sound card. Okay, very good. Next, Suridev, please. For processor, Hmm. 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 Sound. color monitor, Yeah. Keyboard and mouse. Hmm. Hmm. CD-ROM or DVD-ROM driver. Okay. Next, Adideva, please read. CPU Pentium for processor for better performance, RAM 512 MB or more, Hmm. color monitor, Hmm. keyboard and mouse, speakers or headphones, Hmm. CD-ROM, DVD-ROM drive, sound card. Okay. Next, Andros. CPU Pentium for processor for better performance, RAM 512 MB or more, color monitor, keyboard and mouse, speakers or headphones, CD-ROM, DVD-ROM drive, sound card. Okay. Next, Fatima, please read. Fatima, can you hear? Fatima stuck ആണെന്ന് തോന്നുന്നു. Ebin Biju, please. CPU Pentium for processor for better performance, RAM 20 MB or more, color phone, CD-ROM drive, sound card. Yes, very good. Next, Aaron. CPU Pentium for processor for better Performance. RAM 512 MP or more, color monitor, keyboard and mouse, speaker and headphone, CD-ROM, DVD-ROM drive, sound card. Okay, next, Alna. CPU Pentium for processor for better performance, RAM 512 MB or more, color monitor, keyboard and mouse, speakers or headphones, CD-ROM, Next, Ashin. ആഷിൻ പോയോ? കാണുന്നില്ല, പേര് വിളിച്ചപ്പോഴത്തേനും. ക്രിസ്റ്റീസ് ഉണ്ടോ? മോനെ സൗണ്ട് കേൾക്കുന്നില്ലോടാ. വായിച്ചോ? ക്രിസ്റ്റിക്കുട്ടാ, ഡിഡ് യു റീഡ്? for processor for better performance. Performance. I am 500 MB or more. Color monitor. Keyboard, mouse,
speaker or Headphones. headphone, Hmm. CD-ROM, Hmm. DVD-ROM, Hmm. drive sound card. Sound card. Okay. Who has to read again? ഇനി ആരാ വായിക്കാനുള്ള ആളാരാ ബാക്കി എല്ലാരും വായിച്ചോ? മോള് വായിച്ചേ. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, നെക്സ്റ്റ് ബാക്കിയുള്ളത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കാൻ ടൈം കഴിയാറായി. ഓക്കെ, ഷാൽ വി വൈൻഡ് അപ്പ് ദ ക്ലാസ്? ടുമോറോ യു ഹാവ് നോ? നാളെ ഉള്ളതല്ലേ? നാളെ കമ്പ്യൂട്ടർ ഉള്ളതല്ലേ? ഓക്കെ, വി വിൽ കണ്ടിന്യൂ ടുമോറോ. ഓക്കെ, ബൈ ബൈ. See you tomorrow. Be good children, okay? Thank you, Miss. Okay, welcome.